ഞാൻ എൻ്റെ പ്രൊബേഷണറി പീരീഡിൽ എസ് ഐ ആയിട്ട് 88-89 കാലഘട്ടത്തിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ജോയിൻ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടൊരു മോഷ്ടാവിനെ കാണുന്നതും മോഷണം തെളിയിക്കുന്ന രീതി കണ്ടതും ഇന്നും വലിയ മാറ്റമില്ലാതെ ആ ശാരീരിക ബലം കൊണ്ട് മാത്രം കുറ്റകൃത്യം തെളിയിക്കുന്ന ഒരു കേരള പോലീസിൻ്റെ പുറം ലോകം അറിയാത്ത ചില വസ്തുതകൾ അത് വെളിപ്പെടുത്തേണ്ടത് അനിവാര്യമായതുകൊണ്ട് ഇന്നെങ്കിലും അത് ഇതിലൂടെ പറയണമെന്ന് തോന്നിയുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഞാൻ ജോയിൻ ചെയ്ത് ഒരു 88-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. 88-ൽ ജോയിൻ ചെയ്ത് അങ്ങനെ സ്റ്റേഷനിലൊക്കെ വന്ന് സ്റ്റേഷൻ വർക്ക് പഠിക്കുകയാണ്. അപ്പോൾ റൈറ്റർ ഉണ്ട്, സ്റ്റേഷൻ റൈറ്റർ. അപ്പോൾ ആദ്യത്തെ ഒരു മാസം സ്റ്റേഷനിലെ രജിസ്റ്റേഴ്സ്, ഡോക്യുമെൻറ്റ്സ്, അതൊക്കെ FIR, അതിൻ്റെ രജിസ്റ്റർ, ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു മാസം റൈറ്ററുടെ കൂടെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ റൈറ്റർ ചന്ദ്രശേഖരൻ്റെ കൂടെ റൂമിലിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നും നമ്മളെ പഠിപ്പിച്ച് തരും. അപ്പോൾ ചന്ദ്രശേഖരൻ അന്ന് ഹെഡ് കോൺസ്റ്റബിളാണ്. അപ്പോൾ ഞാനന്നൊക്കെ വന്ന് ആദ്യത്തെ ദിവസം തൊട്ടൊക്കെ കുറേ പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ട്രെയിനിങ് കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ഒരു പോലീസിൻ്റെ ആ ഒരു ഫ്രെയിമിൽ വരാൻ പാടില്ല, വ്യത്യസ്തമായിട്ടിരിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് ആശയങ്ങളൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ വരികയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ഞാൻ ഡയറിക്ക് എഴുതാൻ തുടങ്ങി. ഒരു പേഴ്സണൽ ഡയറി, മറ്റു ഡയറി നമ്മൾ ഒഫീഷ്യലായിട്ട് എഴുതുന്നുണ്ട്, അതല്ലാണ്ട് പേഴ്സണൽ ഡയറി എഴുതി. അപ്പോൾ ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ എഴുതി, ഞാൻ തന്നെ എഴുതി. പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറമേ നിന്ന് നോക്കി കാണുന്ന പോലെയൊന്നുമല്ല. പോലീസിന് അങ്ങനെ ഒരു ഭീകര മുഖമൊന്നുമില്ല. പോലീസ് സാധാരണ സർക്കാർ ജീവനക്കാരൊക്കെ പോലെ തന്നെയാണ്, ഒരു യൂണിഫോംഡ് ആണെന്നുള്ള വ്യത്യാസമുള്ളൂ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം, ഒരാഴ്ച ആയിട്ടുണ്ടാവുള്ളൂ, ഒരു ദിവസം കാലത്ത് ഒരു 10 മണി നേരത്ത് SIയുടെ റൂമിൽ ഒരു ഭയങ്കര ബഹളം. അപ്പോൾ ഞാൻ ഇരിക്കുന്ന റൈറ്റർ റൂമിലാണ്. SI കുട്ടപ്പ സാറാണെന്നാണ് എൻ്റെ ഓർമ്മ, കുട്ടപ്പ സാറാണ്. അപ്പോൾ പ്രൊഡക്ഷൻ റൂം അതാണ്, അവിടെയാണ് ഇരിക്കേണ്ടത്. പക്ഷേ ഈ വർക്ക് പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു മാത്രം. പെട്ടെന്ന് അവിടെ എന്താണെന്ന് ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും കൂടി ഒരാളിട്ട് ഇടിക്കുകയാണ്. അപ്പോൾ എന്താ കാര്യമൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല. എന്നെ ഈ എഴുത്തുപണി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രശേഖരൻ വരെ അവിടെ നിന്ന് എനിക്ക് പോയിട്ട് ഇടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പാറാവ് നിൽക്കുന്ന സ്റ്റേഷൻ സെൻറ്ററിൽ നിൽക്കുന്ന ആൾ ചോക്ക് ചാരി വെച്ചിട്ട് അവിടെ പോയി ഇടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഒട്ടും യോജിക്കാൻ കഴിഞ്ഞില്ല. ഇതെന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇടിക്കുന്നത്? അപ്പോഴാണ് ചന്ദ്രശേഖരൻ പറഞ്ഞത്, അറിയില്ല സാറേ, ഇവനാണ് രംഗൻ, ഇവിടുത്തെ കുപ്രസിദ്ധ മോഷ്ടാവ്. ഇവിടെ നിരന്നവൻ മോഷിക്കുകയാണ്. ഈ ആലത്തൂർ പരിസരങ്ങളിലും എല്ലാ വീടുകളിലും ഇവരും വേറൊരുത്തനുണ്ട്, ഒരു സുബ്രഹ്മണ്യൻ. ഇവർ രണ്ടാളും കൂടി നമ്മൾ കുറേ നാളായി ഇവനെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോഴാണ് നമുക്കൊരു കിട്ടിയത്, ഒരു ബസ്സിൽ നിന്നാണ് കിട്ടിയതെന്നോ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതോടുകൂടി ഞാൻ ഡയറി എഴുത്ത് നിർത്തി. അത് കഴിഞ്ഞൊന്ന് രാത്രി ആയപ്പോൾ രംഗനോട് ചോദിച്ച്, സുബ്രഹ്മണ്യൻ എവിടെ ഉണ്ടാവും, അവൻ്റെ കൂട്ടുകാരനാണ്, അവർ പ്രത്യേക സമുദായത്തിൽപ്പെട്ടത് അവിടുത്തെ. സുബ്രഹ്മണ്യൻ എവിടെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ച് വന്ന് അങ്ങനെ രാത്രിക്ക് സുബ്രഹ്മണ്യനെയും പൊക്കി. അപ്പോൾ 2 ആളായി, ലോക്കപ്പിൽ 2 ആളായി. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം രാത്രിയിൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയാണ്. അങ്ങനെ ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ നടന്നു എന്ന് കോളേജ് രാഷ്ട്രീയ സമയത്തൊക്കെ ഒരുപാട് അതിനെ വിമർശിച്ചൊക്കെ നടന്നിട്ടുള്ള ആ വാക്കുകൾ ഞാൻ അന്ന് നേരിൽ കണ്ടു. ഗരുഡൻ തൂക്കം, ഉരുട്ടൽ, ഇത് എങ്ങനെയാണെന്നൊക്കെ പൊലിപ്പിച്ച വാർത്തകളാണെന്നൊക്കെ കേട്ടിരുന്നത്. അങ്ങനെ ഈ കപ്പിയും കയറും ഉയരമുള്ള മേശയൊക്കെ ആയിട്ടുള്ള ഗരുഡൻ തൂക്കത്തിൻ്റെ സാമഗ്രികളും ഈ റൂൾ തടി ഉപയോഗിച്ചിട്ടുള്ള ഈ രാജൻ കേസിൽ രാജൻ മരിച്ചുപോയി എന്നൊക്കെ പറയുന്ന ആ സംഭവത്തിലൊക്കെ ഈ റൂൾ തടി വെച്ച് തുടയുടെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി മുട്ട് വരെ പല പ്രാവശ്യം 2 തുടകളിൽ വെച്ചിട്ട് അമർത്തുമ്പോൾ അങ്ങനെ അവൻ്റെ ജനറ്റൽ ഓർഗൻസിൽ അത് പ്രസ്സായി പോയിരുന്നു, അങ്ങനെയാണ് മരിച്ചതെന്നൊക്കെ പറയുന്നത് പോലീസിൽ കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മർദ്ദന ഉപകരണങ്ങൾ, അതിൻ്റെ പ്രായോഗികതയും അതിൽ അവിടെ കിടന്ന് ഈ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വേദന ആവുന്നവരെ അവൻ കിടന്ന്, അല്ലെങ്കിൽ ആ മോഷ്ടാക്കൾ കിടന്ന് വിലപിക്കുന്നതും ഒക്കെ കണ്ടു. താഴെ പാനും കടലാസും വെച്ചിട്ട് പറഞ്ഞോ, അപ്പോൾ ഞങ്ങൾ ഇറക്കാം, കയറുമെന്ന് താഴേക്ക് ഇറക്കാം. ഗരുഡൻ തൂക്കത്തിൽ കിടന്ന്
കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും സുബ്രഹ്മണ്യം പറയുന്നുണ്ട്, സാറേ മേശ വെച്ചോ, ഞാനെല്ലാം പറയാം. അപ്പോൾ ചില വലിയ ഉദ്ധരണികളൊക്കെ കേൾക്കാം പോലീസിൻ്റെ. സുബ്രഹ്മണ്യ, നീ മോഷ്ടാവാണ്, നിനക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നീ മോഷ്ടിക്കും, ഞങ്ങൾ എന്ത് പറഞ്ഞാലും നീ മോഷ്ടിക്കും, കാരണം നീ മോഷ്ടാവായതുകൊണ്ട്. പോലീസ് ഞങ്ങൾ കഴിവുണ്ടെങ്കിൽ നിന്നെ പിടിക്കും. അതുകൊണ്ട് നിനക്ക് ശരീരം വേണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു, ശരീരം ഉണ്ടായാലേ നിനക്ക് നാളെ മോഷ്ടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിൻ്റെ പണി അങ്ങോട്ട് തീർക്കും. അങ്ങനെ ഒരു പറഞ്ഞിട്ടൊക്കെ ഡയലോഗ് വെച്ചിട്ടാണ് ഇവിടെ താഴേക്ക് ഇറക്കുക. അപ്പോൾ താഴേക്ക് ഇറക്കി അവൻ പറയാൻ തുടങ്ങി. അപ്പോൾ ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. അതായത് എവിടെയൊക്കെയാണ് നീ ചെയ്തതെന്ന് ചോദിച്ചു, നീ ഇന്ന സ്ഥലത്ത് നീയാണോ എന്ന് ചോദിക്കില്ല. കാരണം ഈ വേദനയുടെ ഇതിനകത്ത് ചിലപ്പോൾ അതും കയറി ചിലപ്പോൾ സമ്മതിച്ചോളയും. ചിലർ അവസാനം ശപിച്ചിട്ട് പറയണേക്കാം, ഈ ലോകത്തെ മുഴുവനും മോഷണങ്ങൾ ഞാനാണ് സാറേ, ഇനി ഒന്നും ചോദിക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ തൊണ്ടിയാണ് ഈ കളവ് മുതൽ ആകുള്ള എവിഡൻസ്. പൂട്ടിക്കിടക്കുന്നൊരു വീട്, ആ വീട്ടിൽ വാതിൽ പൊളിച്ചോ ജനൽ പൊളിച്ചോ ഓട് പൊളിച്ചോ അകത്ത് കയറി അലമാരിലുള്ള ഇതുകൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒറ്റ ദൃക്സാക്ഷിയില്ല. പിന്നെ എങ്ങനെയാണ് ഒരു മോഷ്ടാവിനെ അറസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് തൊണ്ടി മുതൽ കിട്ടുന്നത്? ചില തമിഴ് തിരുട്ട് ഗ്രാമത്തിൽ നിന്നൊക്കെ വരുന്ന തമിഴന്മാരുണ്ട്, അവരൊരു നിലയ്ക്കും പറയില്ല. കാരണം അവരുടെ നാട്ടിൽ ദേവീൻ്റെ അടുത്ത് പ്രതിജ്ഞ ചെയ്തിട്ടാണ് വരുന്നത്. ഈ 2 പേര് 3 പേരായിട്ടാണ് ഒരു തിരുട്ട് ഗ്രാമത്തിൽ അപ്പനപ്പന്മാരൊക്കെ ആയിട്ട് മോഷ്ടാക്കളൊക്കെ തന്നെയാണ്. അവർ അവിടെ നിന്ന് പറഞ്ഞിട്ട് പോരുന്നത്, ഞങ്ങളൊരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ദേവിയാണ് സത്യം, ഞങ്ങൾ പുറത്ത് മറ്റാളെ കുറിച്ച് പറയില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്താലും കിട്ടില്ല. ഇവരാകെ പറയുക അയ്യ ഇങ്ങനെയുള്ള വാക്കുകൾ മാത്രം പറയുന്നവരുണ്ട്. അപ്പോൾ ഒരു കുറ്റം സമ്മതിപ്പിക്കാനായിട്ട് ഈ മോഷ്ടാക്കളെ സംബന്ധിച്ചിടത്തോളം ആ മോഷണം ചെയ്തു, ആ തൊണ്ടി എവിടെയാണെന്ന് പറയാൻ അത് കിട്ടാത്തടത്തോളം കാലം, തൊണ്ടി കിട്ടിയാൽ മാത്രം കളവേഴ്സ് അറസ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ, കോടതി കൊടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ തൊണ്ടി കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ അവൻ പറയാണ്, ഇപ്പോൾ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമോഷണ കേസിൽ ഇതുപോലെ തന്നെ ഒരു പ്രതി ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ, സാറേ ഞാനാണത് ചെയ്തത്. അത് 2ാമത്തെ ദിവസമാണ് പറയണത്. ആദ്യത്തെ ദിവസം ഒന്നും പറഞ്ഞില്ല. 2ാമത്തെ ദിവസം പറയാൻ കാര്യം എന്താ വെച്ചാൽ, തലേ ദിവസം മുഴുവനും ഈ ഗരുഡനും ഈ ഇതൊക്കെ, കാരണം കേരളത്തിലെ ഒട്ടുമിക്കവാറും പോലീസ് സ്റ്റേഷനുകളിൽ ഈ സമീപകാലം വരെ മോഷണ കേസുകൾ തെളിയിച്ചിരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പോഴും വളരെ സെൻസേഷനായിട്ടുള്ള കേസുകളിൽ പോലീസിന് നിവൃത്തികേടുണ്ട്. ചിലപ്പോൾ ഈ ശാരീരിക കായിക ബലം ഉപയോഗിച്ചിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഈ മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടി വരാറുണ്ട്. വിമർശനങ്ങൾ ഒരുപാടുണ്ട്, മറ്റൊരു ആൾട്ടർനേറ്റീവ് ഇല്ലയെന്ന് മാത്രം. അപ്പോൾ ഈ ആൾ ഒരു പ്രതി അങ്ങനെ പറഞ്ഞു, കുറേ നേരമൊക്കെ കഴിഞ്ഞു, അയാൾ പറയില്ല എന്ന് കണ്ടപ്പോൾ ഒരു സമയം കഴിഞ്ഞപ്പോൾ നിർത്തി. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 9 മണി 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് രാത്രി നമുക്കൊരു പണിയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി തയ്യാറായി വന്ന് നേരം വെളുക്കുന്നവരെ ഇതിൻ്റെ ഒരു വർക്ക്ഷോപ്പാണ്. ഇതുപോലെയുള്ള ചോദ്യം ചെയ്യലുകൾ, ഭേദ്യം ചെയ്യലുകളുടെ നേരം വെളുക്കുന്നവരെ ആരും കേൾക്കാതെ. ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടിൽ ഒരുപാട് മോഷണങ്ങളുണ്ടായിരുന്ന ഒരു കാലത്ത്. ഇപ്പോൾ വളരെ കുറവാണ് മോഷണങ്ങൾ. കാരണം CCTV ക്യാമറയും ആളുകളൊക്കെ ലോക്കറിലും കൊണ്ട് വയ്ക്കാൻ തുടങ്ങിയതോടുകൂടി ഈ ഭവനവേദനകൾ ഇപ്പോൾ വളരെ കുറവാണ്. ഒരു കാലത്ത് ദാരിദ്ര്യത്തിൻ്റെ പുറത്തും ഈ അല്ലാത്ത രീതിയിലും ഒരുപാട് വ്യാപകമായിട്ട് മോഷണങ്ങളായിരുന്നു. അന്ന് പോലീസിൻ്റെ മെയിൻ ജോലി തന്നെ ഇതായിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രമോഷണ കേസിൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആ ഒറ്റ സംഭവം ഞാൻ പറയുന്നതാണ്, ആ ലോക്കപ്പിൽ കിടക്കുമ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ പാറാവ് നിൽക്കുന്ന പോലീസുകാരൻ ഒരു സമയം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്തിനാടാ രാജു നീ ഇങ്ങനെ ഇടി കൊള്ളാൻ നിൽക്കണം, നിനക്കത് ഉള്ളത് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ, നീ പിടിച്ചു നിൽക്കാൻ നോക്കണം, നിന്നെ കൊണ്ട് പറയിപ്പിക്കും. ഇനിയും വേറെ മാർഗ്ഗങ്ങളുണ്ട്, ഈ ഉരുട്ടലിത് മാത്രമല്ല, ഈ മുളക് പൊടി മറ്റത് മാത്രമല്ല, ഇനിയുണ്ട് വേറെ മാർഗ്ഗങ്ങളൊക്കെ. സാറേ ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ നീ ഇന്ന പോലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, നിന്നെ അവിടെ കണ്ടു ഇവിടെ കണ്ടു, നീ ഇന്ന സാധനം കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ രാജു ഈ പറവുകാരോട് തിരിച്ചു ചോദിച്ചു, ആക്ച്വലി അവിടെ എന്താ ഉണ്ടായത് സാറേ, അവിടെ എന്തൊക്കെയാണ് പോയേ? അപ്പോൾ പറഞ്ഞു ഇന്ന പോലെയുള്ള സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്, തിരുവാഭരണങ്ങൾ പോയിട്ടുണ്ട്, ഇന്നൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആണോ, ശരി, അതൊന്നും വേണ്ടിയില്ല. അടുത്ത ദിവസം രാത്രിയിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ നിന്നപ്പോൾ അവൾ പറയും, ഇനി കെട്ടണ്ട സാറേ, കയറൊന്നും കെട്ടണ്ട, പിന്നിൽ കയറും കപ്പിയും വിലങ്ങൊന്നും കെട്ടണ്ട, ഞാൻ പറയാം, ഞാനാണ് അത് ചെയ്തത്, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്.
എന്നാൽ നീ പറയും അവിടെ നിന്ന് എന്തൊക്കെയാണ് മോഷണം പോയതെന്ന് പറയും. ഇന്ന പോലെയുള്ള തിരുവാഭരണങ്ങളല്ലേ, ഇന്ന പോലെയുള്ള സാധനങ്ങളല്ലേ അവിടുന്ന് പോയത്. ആഹാ, ഇവൻ കൃത്യമായിട്ട് അറിയുന്നുണ്ടല്ലോ. ഞാൻ പിടിച്ചിരിക്കണില്ലേ സാറേ. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ തിരുവാഭരണങ്ങളൊക്കെ നീ എന്ത് ചെയ്തു? ഞാനത് ഇന്നൊരു പുഴയുടെ ഓരത്ത് ഒരു മണലിൽ ഞാൻ കുഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടിക്കൊണ്ടുപോയാൽ നിനക്ക് നീ കാണിച്ചു തരുമോ? കാണിച്ചു തരാമല്ലോ. ഉടനടി ശുദ്ധഗതി കൊണ്ട് CA അപ്പം തന്നെ SP വിളിച്ച് പറയും, സാറേ ആ കുപ്രസിദ്ധമായിട്ടുള്ള ആ മോഷണ കേസ് തെളിഞ്ഞു കേട്ടോ, ഞങ്ങൾ റിക്കവറിക്ക് പോവുകയാണ്. ഓ വേഗം ചെല്ലു, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്ന് നേരം വെളുത്ത് 6 മണി വരെ കുഴിച്ചിട്ട് എത്തിയെന്നല്ലാണ്ട് ഒന്നും കാണാൻ കിട്ടിയില്ല. തല്ല് സഹിക്കാൻ വയ്യാണ്ട് പറഞ്ഞതാ സാറേ, ഞാനല്ല കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ അതിന് സമാനമായിട്ടൊരു കേസ് അടുത്ത കാലത്ത് ഒരു വീടിൻ്റെ അകത്തൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണൊരു ലോകമായിരുന്നു. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അപ്പോൾ ഈ സുബ്രഹ്മണ്യനോട് ചോദിച്ചു. സുബ്രഹ്മണ്യം എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലങ്ങളൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. ഈ മോഷ്ടിച്ച വീടുകളുണ്ടല്ലോ, അപ്പോൾ പകൽ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം പകൽ കൊണ്ടുപോയ ആൾക്കാർ മുഴുവനും അത് കാണും. പിന്നെ നമ്മൾ അവനെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പകൽ ഇവനെ കൊണ്ട് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആരെങ്കിലുമൊക്കെ ചലഞ്ച് ചെയ്യും ചിലപ്പോൾ കോടതിയിൽ. അപ്പോൾ അത് കാരണം രാത്രിയിൽ ഒരു സമയം എല്ലാവരും കൂടി ഉറങ്ങി കഴിഞ്ഞ് 10-11 മണിയായപ്പോൾ സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് സുബ്രഹ്മണ്യനെ കൊണ്ട് പോവുകയാണ്. സുബ്രഹ്മണ്യനുണ്ട്, രംഗനുണ്ട്. അപ്പോൾ കുറേ എത്തി. അപ്പോൾ അവൻ്റെ കൈമിൽ വിലങ്ങൊക്കെ വെച്ചിട്ടുണ്ട്, രാത്രി കൊണ്ട് ഓടി പോകാതിരിക്കാനൊക്കെ വേണ്ടി. ഒരു വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ അവൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ പോകുന്നത്, അയാൾ ഇങ്ങനെ എൻ്റെ നേരെ ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ തുടങ്ങി. അവനെന്തോ കണ്ട് പേടിച്ച പോലെ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ എന്തോടെ കാര്യം? സാറേ എന്നെ കൊല്ലരുത്, ആ വീട്ടിൽ നിന്ന് ഞാനാണ് മോഷ്ടിച്ചത്. അതിന് ഇതിൽ മാത്രം എന്താ പ്രത്യേകത? ഇതാരും വിടുന്നത് എനിക്കറിയില്ല, ഞാനവിടെ പ്രഭാഷണം ചെന്നാണല്ലോ. അപ്പോൾ കൂടുതൽ പോലീസുകാർ ആ വീടോ? അപ്പോൾ ആ വീട്ടിൽ നീയാണോ ചെയ്തേ? വേറെ ആരുമല്ല, അതേ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ്റെ വീടത്. ആ പോലീസുകാരൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചവനാണ്. അവൻ അതുവരെ അത് പറഞ്ഞിരുന്നില്ല. ഇത് പറഞ്ഞാലുണ്ടാവുന്ന ഇടി മേടിച്ചിട്ട് അവൻ അത് പറയാണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വീടെത്തിയപ്പോൾ അവൻ അതും കൂടി അങ്ങോട്ട് നമ്മളെ ഇടിക്കില്ല എന്നൊരു ഉറപ്പിൽ അതങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഞാനത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഒന്ന് പറയും, എങ്ങനെയാണ് അതിനകത്ത് കടന്നത്, എങ്ങനെയാണ്? ഒരു വലിയ പോയിൻ്റാണ്. എങ്ങനെയാണ് എൻട്രി, എങ്ങനെയാണ് എക്സിറ്റ്, എങ്ങനെയാണ് ആ വീട്ടിൽ കയറിയത്, എങ്ങനെയാണ് പുറത്ത് പോയത്. ഇത് കള്ളന്മാർക്ക് മാത്രം അറിയുന്ന കാര്യമാണ്, ബാക്കി ആർക്കും അറിയില്ല, അവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനെ ഇതിൻ്റെ വെൻറ്റിലേറ്ററിൻ്റെ ഇതിൽ വളച്ച് അതിനകത്ത് കയറി. അപ്പോൾ ഈ വെൻറ്റിലേറ്ററിൻ്റെ ഒക്കെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അപ്പം അന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ, അവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ നിനക്ക് കടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറയും. അവൻ പറഞ്ഞ ശാസ്ത്രം, ഒരു തല ഒരു മോഷ്ടാവിന് ഏതെങ്കിലും ഉള്ളിൽ കൂടെ കടത്താമെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ അവൻ ശരീരം കൂടി കടത്തും. അത് ഏത് കള്ളന്മാരും ചെയ്യും. അപ്പോൾ അങ്ങനെ കയറി. പിന്നെയോ അവിടെ എന്താ ഉണ്ടായത്? അവിടെ വന്നപ്പോൾ ഒരു 0 വാട്ടിൻ്റെ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സ്ത്രീ കൊതുക് വലയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, കൂടെ ഒരു കൊച്ചുണ്ട്. അങ്ങനെ പതുക്കെ ഇറങ്ങി വയ്ക്കുമ്പോൾ പതുക്കെ കാൽ ശബ്ദം കേട്ടിട്ട് ഈ സ്ത്രീ എണീറ്റ പാടെ ആ സ്ത്രീയുടെ നേരെ നോക്കിയിട്ട് ഇങ്ങനെ മിണ്ടരുതെന്ന് ഇങ്ങനെ ഒരിത് കാണിച്ചു. അതോടുകൂടി സ്ത്രീ ബോധം പോയി. പോലീസുകാരൻ പിന്നീട് പറഞ്ഞത്, അതോടുകൂടി ആ സ്ത്രീ മെൻസസ്സായി, യൂറിനും സ്റ്റൂളും എല്ലാം കൂടി ഒരുമിച്ച് പോയി എന്നാണ് പറഞ്ഞത്. ഭയന്ന് വിറച്ചിട്ട് ഉറക്കത്തിൽ. അത് കഴിഞ്ഞ് അലമാരൊക്കെ തുറന്ന് കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടി. അതൊക്കെ അവരുടെ ഭാഷ പറഞ്ഞാൽ കുറച്ച് പൊട്ടും പൊടിയൊക്കെ കിട്ടി. അതൊക്കെ കൊണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കിയപ്പോൾ ചുമരിൽ തൊപ്പി പോലീസുകാരൻ്റെ, അയയിൽ പോലീസുകാരൻ്റെ യൂണിഫോം. അതോടെ ഇവർ പേടിയായി, എന്താ വേണ്ടതെന്നായി.
പിന്നെ ഒരു മോഷ്ടാവാണ് അവൻ. എന്തായാലും ഇത്രയും മെനക്കെട്ട് വർക്ക് ചെയ്ത് കിട്ടി, സാധനം കൈ കിട്ടി, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞ് അവൻ പോകുന്നതാണ്. അപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ അന്ന് പാറാവിലുണ്ട് ഈ പോലീസുകാരൻ. അപ്പോൾ അന്ന് ഈ മോഷണം നടന്ന ദിവസം ഈ പോലീസുകാരന് ട്രഷറി ഡ്യൂട്ടി ആയിരുന്നു. ട്രഷറി ഗാർഡ് എന്ന് പറഞ്ഞ ഡ്യൂട്ടി ഉണ്ട് ലോക്കൽ പോലീസ്. അതുകൊണ്ടാണ് അയാൾ വീട്ടിലായിരുന്നത്. അപ്പോൾ ഈ ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ പോലീസുകാരനോട് പറഞ്ഞപ്പോൾ പോലീസുകാരൻ വല്ലാത്ത ഒരു ഭാവത്തിലായി. 2-3 ഭാവം. ഒന്ന്, ഇവനെപ്പോൾ കൊല്ലണം, എന്തെങ്കിലും ഞാൻ ഇവന് ചെയ്യും. എൻ്റെ ഭാര്യയ്ക്ക് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് അവർ നോർമലായത്. അവൾ മെൻ്റലായി അതിന് ശേഷം കുറേ കാലം. പിന്നെ നമ്മുടെ രാത്രിയിലത്തെ ഒരു ബുദ്ധിമുട്ട്, കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ഇവനെ എങ്ങനെ ഏൽപ്പിച്ച് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ക്വാർട്ടേഴ്സിലേക്ക് പോകും? ഇത്രയധികം വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ഒരു പോലീസുകാരൻ്റെ കാവലിൽ ഇയാളെങ്ങനെ ഏർപ്പാടാക്കും? ഒരുപാട് സ്ഥലങ്ങളിൽ കുറേ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതുപോലെ പണി കിട്ടിയിട്ടുണ്ട്. കുറേ SIമാർക്ക് ഒരുപാട് പേര്. ഒരു SI ജീവപര്യന്തം പോയിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ. ഒരുപാട് കസ്റ്റഡി മരണങ്ങൾ, ഏറ്റവും കൂടുതൽ കസ്റ്റഡി മരണങ്ങൾ ഉണ്ടാകുക ഈ മോഷണ കേസുകളിലാണ്. അവസാനം CBI നേരിട്ട് കേസെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടും പാലക്കാട് ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും 2 കസ്റ്റഡി മരണങ്ങൾ ഉണ്ടാവുകയും അതിലെ മുഴുവൻ പ്രതികളെയും CBI അന്വേഷിച്ച് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ശമനം ഉണ്ടാകുന്നത്. അപ്പോൾ അന്നത് പോലീസിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ അവസാനം നമ്മൾ ഒരു തീരുമാനമെടുത്തു. ഈ സുബ്രഹ്മണ്യനെ രംഗനെയും ലോക്കപ്പിനകത്താക്കിയിട്ട് അതിൻ്റെ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് താക്കോല് GD ചാർജിൻ്റെ കയ്യിൽ കൊടുത്തു, ഹെഡ് കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ. അയാൾ ഒറ്റ കണ്ടീഷൻ, ഒരു കാരണവശാലും ഈ അകത്ത് എടുക്കുന്ന ആളെ ഈ പാറാവ് നിൽക്കുക ഇയാൾ ഉപദ്രവിക്കാനോ മറ്റൊന്നും പാടില്ല, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അറസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്കിനകത്ത് എഴുതി തരും എന്നൊക്കെ പറയില്ല സാർ. ഇയാൾ പോലീസുകാരൻ പറയില്ല സാർ, ഞാനൊന്നും ചെയ്യില്ല, ഞാൻ എൻ്റെ വിഷമത്തിൽ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ദിവസം രാവിലെ വന്നപ്പോൾ ആദ്യം നമ്മൾ ലോക്കപ്പ് നോക്കുക. പ്രൊബേഷൻ SI ആണ്, വലിയ ഉത്തരവാദിത്തമൊന്നുമില്ല, എന്നാലും വർക്ക് പഠിക്കുന്ന ഭാഗമായതുകൊണ്ട് നേരെ ചെന്നു. കാലത്ത് ലോക്കപ്പ് ചെന്നപ്പോൾ സുബ്രഹ്മണ്യൻ ആ അഴികളിലൂടെ അയാളെ കൈ ഇഞ്ചി കാണിച്ചു തന്നു. ഈ ചൂണ്ടാണി വിരൽ ഒടിച്ച് പ്രതിയാക്കിയിട്ടുണ്ട് പറവരൻ. കാരണം അയാൾ ചെയ്തത് ലോക്കപ്പിൻ്റെ പുറത്ത് നിന്നിട്ട് സുബ്രഹ്മണ്യനെ ഇങ്ങോട്ട് വന്നേടാ ഒന്നും ചെയ്യില്ലടാ, ഞാനങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നല്ലോണം ഒരു ആശ്വസിപ്പിച്ച് വിളിച്ച് ഈ അഴിയുടെ അടുത്ത് ലോക്കപ്പ് ഇങ്ങനെ ഗ്രില്ലിട്ടാണ് ഈ ലോക്കപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് ഓടാമ്പലിട്ട് അടച്ച് ലോക്ക് ചെയ്യുന്നതാണ് ഈ ലോക്കപ്പ് എന്ന് പറയുന്നത്. അതായത് യാതൊരു ഇലക്ട്രിക് കണക്ഷൻസ് ഒന്നും ഇല്ലാത്ത, തൂങ്ങാൻ എന്തെങ്കിലും സാഹചര്യമുള്ളതാണ്. എപ്പോഴും ഒരു ലോക്കപ്പ് കിടക്കുന്ന ഒരാൾക്ക് എപ്പോഴും ആത്മഹത്യാ പ്രവണത കൂടുതലായിരിക്കും. അപ്പോൾ ഒരു നിലയ്ക്കും സ്കോപ്പ് ഇല്ലാത്തതായിരിക്കും ഈ ലോക്കപ്പ് എന്ന് പറയുന്ന ഒരു മുറി. ഈ ഗ്രില്ല് മാത്രം ഫ്രണ്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഗ്രില്ലിനോട് ചേർന്ന് ഇവൻ്റെ കൈ കിട്ടിയ പാടെ തന്നെ ആ ഉള്ള കൈ വെച്ചിട്ട് ഓടിച്ച് നീരാക്കി. പോലീസുകാരുടെ പേരിൽ നടപടിയെടുത്തു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാനിതിൽ എൻ്റെ ആദ്യത്തെ ഒരു മോഷ്ടാവാണ് സുബ്രഹ്മണ്യൻ. പക്ഷെ അതിനുശേഷം പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് SP ഒക്കെ ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കാൻ കിട്ടിയിരുന്ന മോഷണ കേസുകളാണ്. പക്ഷെ അതൊക്കെ വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനൽസും മറ്റാളുകളൊക്കെയാണ്. 100 കണക്കിന് കേസുകൾ തെളിയിക്കാൻ കഴിഞ്ഞു. അതൊന്നും ഒരു 3rd ഡിഗ്രി രീതിയിലേക്ക് പോകേണ്ടി വന്നിരുന്നില്ല, അത്രയും സെൻസേഷണൽ കേസുകളായിരുന്നു. അതിലാണ് എനിക്ക് റിവാർഡ് ഓഫ് എക്സലൻസ് കിട്ടുന്നത് DGPയിൽ നിന്ന്. 2015 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറഞ്ഞ അവാർഡ് കിട്ടുന്നതാണ്. പക്ഷേ ഈ മോഷണ കേസുകൾ ഇങ്ങനെയാണ് പോലീസ് തെളിയിക്കുന്നത് എന്ന് ഭൂരിഭാഗം ആളുകൾക്ക് അറിയില്ല. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവർക്കും അറിയാം. അന്നത്തെ കാലത്തൊക്കെ ഏതൊരാൾ കേസ് തെളിയിക്കുന്നുണ്ടെങ്കിൽ അവർ കയ്യിലുണ്ടെങ്കിൽ തന്നെ അവർ SI DSP സീനിയറത്തൊക്കെ വിളിച്ച് പറയും, സാർ ഒരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടി? നമ്മൾ ആളെ ചൂണ്ടി പോയി കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ പോലീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്ക്വാഡ്, സിയുടെ കീഴിൽ സ്ക്വാഡ്, DSPയുടെ കീഴിലൊക്കെ സ്ക്വാഡ് പോലീസ് ഉണ്ട്. അവർ പ്രത്യേകിച്ച് സ്റ്റേഷനിലെ റുട്ടീൻ വർക്കുകളൊന്നും അവർ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടാവും. അവർ രാവിലെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കും. കൂടെ ഒരു ആളച്ചൂണ്ടി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആളച്ചൂണ്ടി എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ ജയിലിലൊക്കെ കിടന്ന് കുറേ കാലം മോഷണ കേസിലൊക്കെ കിടന്നിട്ട് പുറത്ത് വന്ന് പിന്നെ വേറെ കാര്യങ്ങൾക്കൊന്നും പോവാതെ നല്ല പിള്ളയായിട്ട് നിൽക്കുമ്പോൾ അവരെ പോലീസ് സ്വാധീനിച്ചിട്ട് അവരെയും കൂട്ടിയാണ് ഇറക്കുക. ചിലപ്പോൾ രാവിലെ തന്നെ പണ്ട് തൃശ്ശൂർ ടൗണിലൊക്കെ ഒരു B ശശിധരൻ സാറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെളുപ്പിനത്തെ ട്രെയിനിന്
ഷൊർണൂർക്കുള്ള ട്രെയിനിൽ തലക്കെട്ടും ലുങ്കിമുണ്ടൊക്കെ എടുത്ത് ടീഷർട്ടൊക്കെ ഇട്ട് പോയി ആ ഷൊർണൂർ പാലത്തിൻ്റെ താഴെ നിൽക്കുമ്പോൾ മിക്കവാറും ഈ 2-3 ജില്ലകളിലെ മോഷ്ടാക്കൾ മുഴുവൻ രാവിലെ അവിടെയാണ് ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അവിടെ വന്ന് വിസ്തരിച്ച് കൂലിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പങ്കുവെക്കേണ്ടതാണെങ്കിൽ പങ്കുവെക്കുന്നതൊക്കെ ഈ പാലത്തിൻ്റെ അടിയിലാണ്. അപ്പോൾ അവരവിടെ ഈ കൂടെയുള്ള ആളച്ചൂണ്ടി എന്ന് പറയുന്ന ഈ മുൻ ശിക്ഷക്കാരനായിട്ടുള്ള ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള മോഷണക്കേസ് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആൾ ഐഡൻറ്റിഫൈ ചെയ്തത് ഇന്ന ഷർട്ട് ഇട്ടിരിക്കുന്നത് കുളിച്ച് കയറുന്നത് ഇതൊക്കെ ഇന്ന ആളുകളാണ്. അങ്ങനെ അവിടെ നിന്ന് പോയി സ്ക്വാഡിലെ പോലീസുകാർ പോയി അങ്ങനെ തന്നെ പൊക്കിയെടുത്തുകൊണ്ട് വരിക, നേരെ സ്റ്റേഷനിൽ കൊണ്ടുവരിക. രാത്രിയാവുമ്പോൾ ഈ 3-ാം മുറ എന്ന് പറയുന്ന ഈ 3rd ഡിഗ്രി മെത്തേഡ്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ അത് അന്നത്തെ DSPമാർക്ക് അറിയാം, SP-മാർക്ക് അറിയാം, ഈവൻ അപ് ടു DGP വരെ അറിയാം കേരളത്തിലെ പോലീസ് കളവ് കേസുകൾ കളിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അറിയില്ല എന്ന് പറഞ്ഞും അവരുടെ പേരിൽ നടപടിയെടുക്കുന്നതൊക്കെ പറയുന്നതൊക്കെ പിന്നീടുണ്ടായ സാഹചര്യങ്ങളിലാണ്. എന്തെങ്കിലും തരത്തിൽ കയ്യബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഇതേ മേലുദ്യോഗസ്ഥൻ തന്നെ ഇവിടെ വന്നിരുന്നിട്ട് സ്പെഷ്യൽ റിപ്പോർട്ടർ ഇയാളെ പണിയും കളയും ചെയ്യും. ചാവേറുകളാകുകയാണ് സ്ക്വാഡിലെ പോലീസുകാർ ആയിരുന്നു. ഒരുപാട് പോലീസുകാർ ദുരിതമനുഭവിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഈ പോലീസുകാർക്ക് പ്രത്യേകിച്ച് ശമ്പളം കൂടുതലോ എന്തെങ്കിലും സാമ്പത്തിക ലാഭമൊന്നുമില്ല. അതങ്ങനെ ഇപ്പോഴത്തെ കണ്ണൂർ സ്ക്വാഡ് സിനിമയെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ആ ഒരു കറക്റ്റാണത്. അതുപോലെ പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബെനഫിഷ്യറീസ് ആയിരുന്നു എന്ന് പറയുന്നത് ഈ സമൂഹമാണ്. അപ്പോൾ രാവിലെ ഒരു കോളിംഗ് ബെല്ല്, സ്വാഭാവികമായിട്ടും ഇത് ആരാണോ ഈ ന്യൂ ഇയറായിട്ട് രാവിലെ തന്നെ ഒരു മുന്നറിയിപ്പില്ലാണ്ട് എന്ന മട്ടിൽ വന്ന് വാതിൽ തുറക്കുമ്പോൾ കലാഭവൻ മണി, സാക്ഷാൽ കലാഭവൻ മണി കയ്യിലൊരു കേക്കൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് മണി സംസാരം നിർത്തി, പെട്ടെന്ന് ഇമോഷണൽ ആവാൻ തുടങ്ങി, വിതുമ്പാൻ തുടങ്ങി, കരയാൻ തുടങ്ങി.